ആ ഒരു വീഡിയോ തട്ടിക്കളയല്ലിട്ട. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സുബി നിസ്കരിച്ച് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ റിക്വസ്റ്റിൽ കണ്ടൊരു മെസ്സേജാണ്. 1.5 വയസ്സുള്ള ചെറിയ പൈതലിനെ മൃഗീയമായി കൊന്ന അസ്കർ എന്നുള്ള പിശാച്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹമല്ല, ഒരു കുടുംബക്കാരൻ, അവൻ്റെ ഒരു കുടുംബക്കാരൻ അയച്ച മെസ്സേജാണ് സ്ക്രീനിൽ കാണുന്നത്. വായിച്ചപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ആ മെസ്സേജുകൾക്കിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞോടോ, ഹർഷിമോന് പോയി ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ നശിച്ച നരകക്കുണ്ടിൽ നിന്ന് ഞങ്ങളുടെ പൊന്നു ഹർഷിമോന് ആ പിശാചുക്കളുടെ മടിത്തട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോന്ന്. ഈ അസ്കറിൻ്റെ ഉമ്മ ഭയങ്കര പച്ച പാവത്ര. ആ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഈ പൈശാചിക സ്വഭാവമുള്ള ഈ അസ്കർ ഇങ്ങനെ ജനിച്ചു എന്നാണ് അൻവർക്ക ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഈ വീഡിയോ കേൾക്കുന്ന, എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാ മതസ്ഥരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ സ്വരങ്ങൾ ഉയർത്തണം. കാരണം ഇത് വെറും ഒരു തെറ്റല്ല. ഒരു 1.5 വയസ്സുള്ള ചെറിയ പൈതലിൻ്റെ ശരീരത്തിൽ 51-ലധികം പാടുകളുണ്ട് എന്ന് പറയുമ്പോൾ പിശാച് പോലും ഇങ്ങനെ ആക്രമിക്കൂല. പിശാചിൻ്റെ മനസ്സിൽ പോലും ഇത്രയും ക്രൂരത തോന്നൂല. നിങ്ങളെ ശബ്ദം ഉയരണം. ഇത് നീതിപീഠത്തിൽ ഈ ശബ്ദം എത്തണം. അർഹമായ ശിക്ഷ. കുട്ടി എത്ര വേദനിച്ചു അതിൻ്റെ 10 മടങ്ങ് ഇവർ വേദനിക്കണം. UDF ഈ ഇലക്ഷനിൽ ജയിച്ചപ്പോൾ CM കസേരയിൽ ആരിരിക്കുമെന്നുള്ളൊരു ആശങ്കയിൽ, അങ്കലാപ്പിൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോയിരുന്നു. ആ സമയത്ത് ജനസ്വരം മുറവിളി കൂട്ടിയിരുന്നൊരു CM ഉണ്ടായിരുന്നു, VD സതീശൻ സാർ. ആ സാറിനോട് വീണ്ടും ഞങ്ങളാവുന്ന ജനങ്ങൾ വീണ്ടും മുറവിളി കൂട്ടുകയാണ്. എൻ്റെ പൊന്നു സാറേ, അർഹമായ ശിക്ഷ. സാർ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ അർഹമായ ശിക്ഷ. ആ പൈതൽ അനുഭവിച്ചതിൻ്റെ വേദനയുടെ 10 ഇരട്ടി സാറേ അവർ അനുഭവിക്കണം. ആ പൊന്നുമോന് നീതി കിട്ടണം.